നമസ്കാരം. എം ദാസൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഉള്ളിയേരി കോഴിക്കോടാണ്. ഇതിനോടകം തന്നെ അവരുടേതായ ഒരു സ്റ്റാമ്പ് ശരിക്കും പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ ഏരിയയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കുറേ കുട്ടികൾ അവിടെ വന്ന് പഠിച്ചിരുന്നുണ്ട്. സഹകരണ മേഖലയിലെ ഒരു വലിയ സ്ഥാപനമാണിത്. അവരുടെ ഈ സ്റ്റോളിൽ പ്രധാനമായും 3 ഐറ്റംസാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് 3D പ്രിൻറ്റിംഗ് വീടുകളാണ്, അതിൻ്റെ ഒരു മിനിയേച്ചർ ഇവിടെ ഉണ്ട്. മറ്റൊന്ന് ഹ്യൂമനോയിഡ്, നമ്മുടെ സോഫിയൊക്കെ പോലെ ഒരു ഷേക്ക് ഹാൻഡ് നൽകുന്ന മറ്റ് ആക്ടിവിറ്റീസൊക്കെ നടക്കുന്ന ഒരു റോബോട്ടാണ്. മറ്റൊന്ന് ഭാവി കേരളത്തിൻ്റെ ഏറ്റവും അതിപ്രധാനമായ കെ-റെയിലുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അതായത് കെ-റെയിൽ സഞ്ചരിക്കുമ്പോൾ ആ പരിസര പ്രദേശങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച്, അതായത് ഈ ദുഷ്പ്രചരണങ്ങളെയും കുപ്രചരണങ്ങളെയും ഒക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ശാന്തമായി സമാധാനമായി ആ റെയിൽ ഓടും എന്ന് നമുക്കതിൻ്റെ മിനിയേച്ചർ കാണുമ്പോൾ അറിയാം. ഇങ്ങനെ 3 പ്രധാനമായ ഐറ്റംസാണ് അവർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോന്നും വളരെ വ്യക്തമായി നോക്കാം എന്തൊക്കെയാണ് ഏതാണ് എന്നത്. ഫസ്റ്റ് ഈ 3D പ്രിൻറ്റിംഗ് മിനിയേച്ചറാണ്. സാധാരണ ഒരു 5-6 വർഷം മുമ്പ് ദുബൈയിലാണ് ഇതുമായി ബന്ധപ്പെട്ട വില്ലകൾ ആദ്യമായി വന്നത്. അന്ന് ലോകം ഇത് അത്ഭുതത്തോടു കൂടി നോക്കിയിരുന്നതാണ്. അതിനുശേഷം ഒരു 1-2 വർഷം മുൻപ് കേരളത്തിലും ഇത് അവതരിപ്പിക്കപ്പെട്ടു. അതിനുശേഷമാണ് ഇത്ര വിപുലമായ തരത്തിൽ ഇങ്ങനെയൊരു പദ്ധതി പ്ലാൻ നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് 3D പ്രിൻറ്റിംഗ് വീടുകൾ എന്നത്? സാധാരണ ഈ 3D പ്രിൻറ്റിംഗ് എന്ന് നമ്മൾ കാണുമ്പോൾ ഈ ബുക്കിലും അതുപോലെ പോസ്റ്ററിലും ഒക്കെ കാണുന്ന 3D പ്രിൻറ്റിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ വീടുകൾ 3D പ്രിൻറ്റിങ്ങിലൂടെ നിർമ്മിക്കുകയാണ്. സമയലാഭമാണ്. അതുപോലെ മറ്റു പല മേഖലകളും അത് വലിയ ലാഭം നമുക്കുണ്ടാക്കി തരുന്നുണ്ട്. വളരെ ലളിതമായി ഇത് എങ്ങനെയാണ് വിശദീകരിക്കാനാവുക? ഏറ്റവും ആദ്യം പറഞ്ഞതുപോലെ തന്നെ വളരെ സമയം കുറഞ്ഞ രീതിയിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് വീടുകൾ, ഏറ്റവും അൾട്ടിമേറ്റായിട്ട് പറയുകയാണെങ്കിൽ സ്ട്രക്ചറുകൾ നിർമ്മിച്ചെടുക്കാം എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഉപയോഗമായിട്ട് പറയാൻപ്പെടുന്നത്. 3 മണിക്കൂർ 57 മിനിറ്റ് കൊണ്ട് കേരളത്തിൻ്റെ 2 അറ്റത്തെയും കൂട്ടിമുട്ടിക്കുന്ന, അതായത് കണ്ണൂർ മുതൽ കാസർഗോഡ് വരെ അനായാസം എളുപ്പത്തിലും വേഗത്തിലും നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതാണ് കെ-റെയിൽ. കെ-റെയിൽ കടന്നു പോകുന്നതിൻ്റെ ഇരുവശങ്ങളിലും എന്താണ് സംഭവിക്കുന്നത് എന്നത് കൂടിയാണ് ഇവർ മറ്റൊരു ഡെമോൺസ്ട്രേഷനിലൂടെ അവതരിപ്പിക്കുന്നത്. അതായത് പാരിസ്ഥിതിക ആഘാതമില്ലാതെ വളരെ കൃത്യമായ പഠനത്തോടെയും ആസൂത്രിതമായ രീതിയിലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിൻ്റെ മാതൃക കൂടിയാണ് ഈ കാണിക്കുന്നത്. നോക്കൂ, 2 വശങ്ങളിലും പാരിസ്ഥിതിക ആഘാതമില്ലാതെ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുന്നു. അത് വയലുകൾക്ക് നടുവിലൂടെ ചിലയിടങ്ങളിൽ ടണലടക്കമുള്ള മേഖലകൾ, ഏരിയകൾ, നാനാ മേഖലയിലെ എഞ്ചിനീയറിംഗ് വൈവിധ്യത്തിൻ്റെ ഒരു സമന്വയമാണ് ശരിക്കും കെ-റെയിൽ എന്നുള്ളത്, അല്ലേ? അപ്പോൾ വിവിധ മേഖലകൾക്ക് ഒരുമിച്ച് പണിയെടുക്കേണ്ടി വരും. അപ്പോൾ ഇതിനെ കൃത്യമായി എങ്ങനെയാണ് ഏകോപിപ്പിക്കുന്നത് എന്നതുകൂടി നിങ്ങളിതിൽ പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? അതായത് കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, ഈ എല്ലാ ബേസിക് ബ്രാഞ്ചുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ മേഖലയിലെ അടിസ്ഥാനപരമായിട്ടുള്ള സ്ട്രക്ചറാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളുടെ മറ്റ് സുപ്രധാനമായൊരു കണ്ടെത്തലാണ് ഇത്. നമ്മുടെ സോഫിയൊക്കെ പോലെ ഹ്യൂമനോയിഡ് ഏറെക്കുറെ ആ ലെവലിലേക്ക് ഉയരും. ഒരു യന്ത്രൻ്റെ പണിപ്പുരയിൽ വന്ന പോലെയാണ് ശരിക്കും തോന്നുന്നതെങ്കിലും മാർക്ക് 2 എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഒരു സ്വാഗതം ഓതുന്ന റോബോട്ടാണ് ഇത്. ശരിക്കും കോവിഡ് കാലത്തൊക്കെ ആയിരുന്നു എന്ന് പറയുമ്പോൾ ആ ക്രൈസിസ് പീരീഡിലായിരുന്നു ഇതിൻ്റെ ഏറ്റവും അധികം ഉപയോഗം ഉണ്ടായിരുന്നത്. എന്താണ് ഇതുകൊണ്ട് ഇതിൻ്റെ മറ്റ് പ്രവർത്തന രീതികൾ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ചോദിക്കാം. ശരിക്കും ഈ മാർക്ക് 2 എന്താണ്? മാർക്ക് 2 പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വെൽക്കം റോബോട്ടാണ്. വെൽക്കം റോബോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ മാളുകളിലൊക്കെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ കോവിഡ് ആയ സമയത്ത് നമുക്ക് വേണ്ട രീതിയിൽ ആൾക്കാരെ ഇപ്പോൾ ബിസിനസ് കാര്യങ്ങളിലൊക്കെ ആയാലും വെൽക്കം ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഒരു റോബോട്ടിനെ സംബന്ധിച്ച് എല്ലാവരെയും ഒരുപോലെ ഒരേ സമയത്ത് വെൽക്കം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ റൂട്ടിങ് വരെ നമുക്ക് ഈ റോബോട്ടിനെ കൂടി ചെയ്യാൻ പറ്റും. ടെക് ബേസ്ഡായ ഭാവി രാജ്യത്തിൻ്റെ ചെറിയ പരീക്ഷണശാലകളാണ് യഥാർത്ഥത്തിൽ ഈ മിനിയേച്ചർ രൂപങ്ങളൊക്കെ പരീക്ഷിച്ചിട്ടുള്ള ഈ ചെറിയ സ്റ്റാളുകളെന്ന് പറയാം. ഇവിടെ നിന്ന് ടെക് ബേസ്ഡായ ഭാരതത്തിൻ്റെ വിശാലമായ വികാസത്തിലേക്ക് പോകുന്നതിൻ്റെ വലിയ പാതകളുടെ തുടക്കം കൂടിയാണ്. ആ അർത്ഥത്തിൽ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് നടക്കുന്നത്. എം ദാസൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഉള്ളിയേരി കോഴിക്കോട്, അവിടുത്തെ കുട്ടികൾ.